ഹലോ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ്. സമയം രാവിലെ 5 മണിയാണ്. പുറത്ത് ചെറിയൊരു കാറ്റടിക്കുന്ന ശബ്ദം കേൾക്കാം. ഇപ്പോൾ രാവിലെ ചെറിയൊരു തണുപ്പുണ്ട്. ഈ ഒരു സമയം എൻ്റെ ഒരു ഡേയിലെ ഫേവറേറ്റ് പാർട്ടാണ്. എല്ലാം സ്ലോ ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സമയം. ഏർലി മോർണിംഗ്സ് എണീക്കുന്നവർക്കറിയാം എത്ര കാമിങ് ആണ് അതെന്ന്. പുറത്ത് തീരെ ശബ്ദമില്ല, റഷില്ല, ഡിസ്ട്രാക്ഷൻസ് ഇല്ല, വെറും സൈലൻസും സ്റ്റിൽനെസ്സും മാത്രം. ഇന്ന് ആര്യൻകുട്ടന് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് എന്നത്തെയും പോലെ കിച്ചണിൽ കയറി മോൻ്റെ മീൽസ് കുക്ക് ചെയ്യുക, അതൊക്കെ പാക്ക് ചെയ്യുക, പിന്നെ അവനെ എണീപ്പിച്ച് സ്കൂളിലേക്ക് റെഡിയാക്കുക. ഇതൊക്കെയാണ് എനിക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും സ്നാക്സൊക്കെ അവന് കൊടുത്തു വിടുകയാണ് പതിവ്. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ചപ്പാത്തിയാണ് കൊടുത്തു വിടുന്നത്. ചപ്പാത്തിക്കകത്ത് ഹേസൽനട്ട് സ്പ്രെഡ് ഇട്ടിട്ട് റോൾ ചെയ്ത് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കും. പിന്നെ അതിൻ്റെ കൂടെ ഒരു ബട്ടർ ഓംലെറ്റും കൂടെ വയ്ക്കും. ഓംലെറ്റ് ഞാൻ എപ്പോഴും കുഞ്ഞിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ചില ദിവസമൊക്കെ കഴിക്കും, ചില ദിവസമൊക്കെ കഴിക്കാണ്ട് അങ്ങ് തിരിച്ചു കൊണ്ടുവരും. എല്ലാം അവൻ്റെ മൂഡ് പോലെയാണ്. ഇതിപ്പോൾ ഞാൻ അവൻ്റെ സ്നാക്സ് പാക്ക് ചെയ്യാണ്. എല്ലാ ദിവസവും ഏകദേശം ഒരേ സ്നാക്കൊക്കെ തന്നെയാണ് കൊടുത്തു വിടുക. ഒരു ബനാന എപ്പോഴും ഉണ്ടാവും, അതിൻ്റെ കൂടെ കുറച്ച് കാഷ്യൂ നട്ട്സ്, വല്ലപ്പോഴും ഒരു കുക്കി. അപ്പം ഇങ്ങനെയാണ് അവൻ്റെ സ്നാക്സ് ഞാൻ പാക്ക് ചെയ്ത് വയ്ക്കുക. ഈ രാവിലത്തെ സമയം എത്ര പെട്ടെന്ന് ഓടിപ്പോകുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. 1 മണിക്കൂറൊക്കെ 5 മിനിറ്റ് തീരുന്ന പോലെയാണ് തീരുക. മോൻ്റെ മീൽസ് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ ജിമ്മിൽ കൊണ്ടുപോകാനുള്ള പ്രോട്ടീൻ ഷേക്ക്, ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കും. ആര്യൻകുട്ടനെ രാവിലെ വിളിച്ച് എണീപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും സങ്കടമുള്ള കാര്യം. ഇനിയും ഉറങ്ങണം എന്ന് അവൻ എല്ലാ ദിവസവും പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നേ. പക്ഷെ എന്ത് ചെയ്യാനാ, സ്കൂളിൽ വിടാതെ പറ്റില്ലല്ലോ. അങ്ങനെ കുഞ്ഞ് റെഡിയായി. ഒരു കുളിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആൾ ഉഷാറായി. ഇനി ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ട് അവൻ്റെ ബസ് വരാൻ. അപ്പോൾ ആ സമയത്ത് ഞാനും കൂടെ ഒന്ന് റെഡിയാവാം. ഈ ഡ്രസ്സൊന്ന് മാറി ഫ്രഷ് ആയിട്ട് വരാം. ആര്യൻകുട്ടിനെ റെഡിയാക്കിയിട്ട് ഞാനിത് അവിടെ സോഫയിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടി ഉണ്ട് അവൻ്റെ ബസ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലത്തെ കുക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞുകൊണ്ട് എൻ്റെ കോലം ഒത്തിരി മുഷിഞ്ഞിരിക്കുകയാണ്. ഞാൻ പെട്ടെന്നൊന്ന് ഡ്രസ്സ് മാറി എന്നിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് താഴേക്ക് ഇറങ്ങാം. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അവൾക്ക് കോഫി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതായത് രാവിലെ എണീറ്റിട്ട് കോഫി ഇല്ലാണ്ട് ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ അന്ന് ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത സമയത്ത് അവൾ കോഫി സ്കിപ്പ് ചെയ്തത് ഞാൻ ശ്രദ്ധിച്ചു. ഒരു സെക്കൻഡിലേക്ക് ഞാനിങ്ങനെ വിചാരിച്ചു ഇതെന്ത് പറ്റി. പിന്നെ ഞാൻ പതുക്കെ അവളെ നോക്കിയപ്പോഴേ അവളെ സ്മൈൽ ചെയ്ത് എന്നെ നോക്കിയിട്ട് അപ്പം എനിക്ക് കാര്യം മനസ്സിലായി. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് പ്രഗ്നന്റ് ആണോ അല്ലയോ എന്ന് ചെറിയൊരു സംശയം ഉണ്ടെന്ന്. ഞാൻ അപ്പം തന്നെ അവളുടെ അടുത്ത് പ്രഗാ ന്യൂസ് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ വായിച്ചിട്ടുണ്ട്, അത് ക്വിക്കാണ്, ക്ലിയർ ആണ്, നമുക്ക് അപ്പം തന്നെ ഒരു ക്ലാരിറ്റി കിട്ടും. അവൾക്കത് ഹെൽപ്പായി എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഹാപ്പിയായി. കാരണം ഇതുപോലത്തെ സെൻസിറ്റീവ് മൊമെന്റ്സിൽ ട്രസ്റ്റ് ആൻഡ് ആക്യുറസി ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് എനിക്ക് പ്രഗാ ന്യൂസിന് ഇത്രയ്ക്ക് ട്രസ്റ്റ്. 5 മിനിറ്റ് കൊണ്ട് 99% ആക്യുറേറ്റ് റിസൾട്ട് ആണ് ഇത് തരിക. കുറെ കാലമായിട്ട് മാർക്കറ്റിൽ കുറെ ലുക്ക് ലൈക്ക് പ്രൊഡക്ട്സ് ഉണ്ട്. പ്രഗാ ന്യൂസിന്റെ ഇതേപോലത്തെ പേരും പാക്കേജിങ്ങും ഒക്കെ ആയിട്ട് അത് ശരിക്കും ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം ഈ ഒരു കാര്യത്തിൽ ചെറിയൊരു സംശയം തന്നെ വലിയൊരു ചേഞ്ച് അല്ലേ വരുത്തുക. പ്രഗാ ന്യൂസ് ഒറിജിനൽ ആണ്, ട്രസ്റ്റഡ് ബൈ മില്യൺസ് ഓഫ് വിമൻ ഇൻ ഇന്ത്യ ഫോർ ഇയേഴ്സ്. സോ പ്ലീസ് എപ്പോഴും ഒത്തന്റിക് പ്രഗാ ന്യൂസ് പാക്കേജിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ വെരിഫൈഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് മാത്രം വാങ്ങിക്കുക. ഇത് യൂസ് ചെയ്യൽ ശരിക്കും സിമ്പിൾ ആണ്. 3 ഡ്രോപ്സ് എടുക്കുക ആൻഡ് യു ഗെറ്റ് ക്ലിയർ റിസൾട്ട്സ് ഇൻ 5 മിനിറ്റ്സ്. മദർഹുഡ് ശരിക്കും ഒരു ബ്യൂട്ടിഫുൾ ജേണിയാണ്. അങ്ങനത്തെ സമയത്ത് നമുക്ക് ശരിക്കും വേണ്ടത് കംപ്ലീറ്റ് ട്രസ്റ്റും പീസ് ഓഫ് മൈൻഡും ആണ്. അതുകൊണ്ട് എനിക്കിത് പ്രഗാ ന്യൂസ് ആണ്. ഇന്ന് മോൻ്റെ ബസ് എത്താൻ ഇത്തിരി ലേറ്റായി. അവനെ ബസ് കയറ്റിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തി ഔട്ട്ഫിറ്റൊക്കെ മാറി ജിമ്മിലേക്ക് പോകാൻ റെഡിയായി. എൻ്റെ സമയം ഇത്തിരി വൈകി. ജിമ്മിലേക്ക് 10 മിനിറ്റ് ദൂരേ ഉള്ളൂ. പക്ഷെ രാവിലെ ആയതുകൊണ്ട് റോഡിൽ നല്ല തിരക്കായിരിക്കും. ജിമ്മിൽ ഇപ്പോഴാണ് ഞാനൊന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് എത്തി തുടങ്ങിയത്. നമ്മളുടെ 75 ഡേയ്സ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം. കഴിഞ്ഞ നവംബറിലാണ് ഞാൻ ജിമ്മ് ജോയിൻ ചെയ്ത് പിന്നെ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വന്നിട്ടേ ഇല്ല ഇങ്ങോട്ട്. ഓരോ റീസൺ ഉണ്ടാക്കിയിട്ട് ഞാൻ മനുവിന് മെസ്സേജ് അയക്കും, ഇന്ന് വരുന്നില്ല, നാളത്തേക്കാക്കാം, അങ്ങനെ ഓരോ എക്സ്ക്യൂസ് ഞാൻ കണ്ടുപിടിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ അല്ല കേട്ടോ. ഇപ്പം ഞാൻ ജിമ്മിൽ പോകുന്നത് ഒരുപാട് ഇഷ്ടത്തോടെയാണ്. ജിമ്മ് ഇപ്പം എൻ്റെ ഹാപ്പി പ്ലേസ് ആണ്. അവിടെ സ്പെൻഡ് ചെയ്യുന്ന ആ 1 മണിക്കൂർ എനിക്കറിയാം ഞാൻ എനിക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു സമയം എടുക്കുന്നത്, എൻ്റെ ഹെൽത്തിനും എൻ്റെ മെൻ്റൽ പീസിനും വേണ്ടി. ഇപ്പോൾ എത്ര എക്സ്ക്യൂസ് ഉണ്ടെങ്കിലും ജിമ്മിലേക്ക് ഞാൻ എത്തും.
അവിടെ ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ഒരു 1.5 മണിക്കൂറാണ് ഫോണൊന്നും തൊടാതെ സ്ക്രീൻ ടൈം ഇല്ലാതെ പീസ്ഫുള്ളായിട്ട് ഹാപ്പി ആയിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ടൈം. ഈ ഒരു റിയലൈസേഷനിലേക്ക് ഞാൻ എത്താൻ 1 വർഷം എടുത്തു. ജിമ്മിൽ നിന്ന് ഞാൻ ഇന്ന് ഇപ്പോൾ എത്തുമ്പോഴത്തേക്ക് ഇത്തിരി ലേറ്റായി. സാധാരണ ഇതിനേക്കാളും ഇച്ചിരി കൂടെ നേരത്തെ എത്താറുണ്ട്. പിന്നെ എത്തി ഇന്നൊരു വിസ്തരിച്ചുള്ള കുളിയൊക്കെ പാസ്സാക്കി, ഓയിലൊക്കെ ഇട്ട് ഷാംപൂ ചെയ്ത് കണ്ടീഷണർ ചെയ്ത് പിന്നെ ഫുൾ കയ്യും കാലൊക്കെ ഷേവ് ചെയ്ത് ഇറങ്ങുമ്പോഴത്തേക്ക് സമയം എനിക്ക് തോന്നുന്നു ഏകദേശം 10-12 മണി ആയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇന്ന് ഒരു അർജൻറ്റായിട്ട് വർക്ക് കൊടുക്കാനുണ്ട്. ഇന്നലെ എനിക്കൊരു ക്യാമ്പയിൻ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ നമുക്ക് എഡിറ്റിന് കയറാം. സോ ആഫ്റ്റർ ഷേവ് ഞാൻ എപ്പോഴും നല്ലൊരു ബോഡി ഓയിൽ യൂസ് ചെയ്യും. ഞാൻ കാണിച്ചു തരാം. നല്ല സ്മെല്ല് അതിൻ്റെ, ഹണി ആൻഡ് വാനില. ദെൻ നമുക്ക് ബേസിക് സ്കിൻ കെയർ ചെയ്യാം. ഇതാണ് എൻ്റെ ഓവർനൈറ്റ് ഓട്സ്. ഞാൻ ഇന്നലെ രാത്രി ഇട്ട് വെച്ചതാണ്. ഇതിൽ എൻ്റെ പ്രോട്ടീൻ പൗഡർ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഹീറ്റ് ചെയ്തിട്ട് എടുക്കാം. സത്യം പറഞ്ഞാൽ കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ഒരു യൂട്യൂബ് വ്ളോഗ് ചെയ്യുന്നത്. ആദ്യമായിട്ടൊക്കെ വ്ളോഗ് ചെയ്യുന്ന ഒരു ഫീല് എന്താ പറയുക. അതായത് ഇപ്പം ലാസ്റ്റൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത വ്ളോഗ്സ് മൊത്തം വോയിസ് ഓവർ കൊടുത്തിട്ടുള്ള വ്ളോഗ്സ് ആയിരുന്നല്ലോ. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ക്യാമറ നോക്കി സംസാരിച്ചിട്ട് ചെയ്യുന്ന വ്ളോഗ്സൊക്കെ ഞാനിങ്ങനെ എനിക്ക് ഏതാണ്ട് ശീലമില്ലാത്തതുപോലെ. എനിക്കൊന്ന് കുറേ മന്ത്സായി നമ്മളൊരു വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ട്. എന്താ വ്ളോഗ് ചെയ്യാത്ത, എന്താ യൂട്യൂബിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാത്തത് എന്നുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് കുറേ കിട്ടുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ സത്യം പറയുകയാണെങ്കിൽ ഒരു റീസൺ ഉണ്ട്. എന്താ അതിൻ്റെ ക്ലിയർ റീസൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. അതായിരിക്കും നന്നാവുക, അതർ ദാൻ നമ്മളിങ്ങനെ വ്ളോഗിൽ വന്ന് പറയുന്നതിനേക്കാളും. പിന്നെ ഞങ്ങളൊരു 1 മന്ത് ഓസ്ട്രേലിയയിലായിരുന്നു. കുറേ പേര് ചോദിച്ചു ഓസ്ട്രേലിയ പോയിട്ട് വ്ളോഗൊന്നും ഷൂട്ട് ചെയ്തില്ലേ എന്നൊക്കെ. യെസ്, വ്ളോഗ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതും ഞാനിങ്ങനെ ഒരു വോയിസ് ഓവർ വ്ളോഗ് പോലെയാണ് അതും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എഡിറ്റിന് ഇരിക്കാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയില്ല. ബിക്കോസ് ഒരു ലോങ് ഫോമാറ്റ് വീഡിയോ എന്ന് പറയുമ്പോൾ അതിൻ്റെ എഡിറ്റിന് തന്നെ എനിക്ക് പേഴ്സണലി ഞാൻ തന്നെയാണ് എൻ്റെ വ്ളോഗൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. ഒരുപാട് സമയം എടുക്കും. 2 days മിനിമം. വേറെ ഒരു ജോലിയും ചെയ്യാണ്ട് അത് തന്നെ ചെയ്യണം. ഇതാണ് ഗോപുവിൻ്റെ സ്റ്റുഡിയോ. ഹായ്. ആരാ ആരാ ആരാ? ഇന്നാണ് ഞാൻ കുറേ കാലത്തിന് ശേഷം ഉറങ്ങിയത്. ഞാൻ അറിഞ്ഞു നീ ഷൂട്ട് ചെയ്തതൊക്കെ. ഐ എം ഡൂയിങ് എ ന്യൂ കോമ്പോസിഷൻ, സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്, ക്രേസി. ഐ തിങ്ക് അത് നന്നായി വരുമെന്ന്. താങ്ക്സ്. നമ്മൾ എത്ര കാലമായില്ലേ ഒരു വ്ളോഗ് ചെയ്തിട്ട്? ഞാൻ ഇനി തീരുമാനിച്ചു വ്ളോഗും ഗോപും കൂടെ വ്ളോഗും ആയിപ്പോയി. ഞാൻ ഇനി തീരുമാനിച്ചു ഗോപു, വൺസ് ഇൻ എ വൈൽ നമുക്ക് ഡിജിയിൽ വ്ളോഗ് ചെയ്യാം. അതാകുമ്പോൾ സമാധാനമുണ്ട്. വെള്ളം കൊണ്ടുത്തരോ? ചൂടുവെള്ളം. ഇതാ വെള്ളം. കുഴപ്പമില്ല, കുടിച്ചോ. അപ്പം ശരി കേട്ടോ. വേറൊരു കാര്യമുണ്ട് ഗൈസ്. ഗോപു ഒരു കട്ട ട്രാൻസ്ഫോർമേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഹെവി വർക്കൗട്ട്, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡയറ്റ്. എന്നെക്കൊണ്ടൊന്നും സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യാൻ ഭൂരിഭാഗം ആൾക്കാരെ കൊണ്ടും പറ്റില്ല. ഈവൻ നമ്മുടെ ട്രെയിനർ തന്നെ പറയും ഒരു 100-ൽ 5% ആൾക്കാർക്ക് മാത്രമേ ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാനും എവറി ഡേ വർക്കൗട്ടിന് ഷോപ്പ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ എന്ന്. ആൻഡ് ഹീ ഈസ് വൺ എമംഗ് ദം.
സത്യം പറഞ്ഞാൽ സോ പ്രൗഡ് ഓഫ് ഹിം. അപ്പോൾ സമയം ഇപ്പോൾ 3:25 ആകാൻ പോകുന്നു. 3:25 വൈകുന്നേരം. ഞാൻ ലഞ്ച് കഴിച്ചിട്ടില്ല, എൻ്റെ വർക്ക് തീർന്നു, ഞാൻ എൻ്റെ ഫൈനൽ ഔട്ട് എടുത്തു. ചെറിയൊരു തലവേദനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നേരെ പോയി ലഞ്ച് കഴിക്കാം, അപ്പോഴത്തേക്ക് മോൻ വരാൻ സമയമാവും. 100 gram ചിക്കൻ പ്ലസ് റൈസ് പ്ലസ് എന്തെങ്കിലും കറി. ഈ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത ശേഷം ഫുഡ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഒരേ ടൈപ്പ് ഫുഡായിരിക്കും. ഭയങ്കര വെറൈറ്റി പരിപാടികളൊന്നുമില്ല. കുറച്ച് നാൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലതായിരുന്നു. നോക്കാം. കണ്ടോ, ഇതാണ് എൻ്റെ ലഞ്ച്. ലഞ്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള ക്രേവിങ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കോഫി ഇടാമെന്ന്. എന്ത് കോഫി ഉണ്ടാക്കുന്നതെന്നറിയോ? ഓട്ട് മിൽക്ക് കോഫിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുറച്ച് നാളായിട്ട് ഞാൻ മിൽക്ക് കട്ട് ചെയ്തപ്പോൾ എനിക്ക് നല്ല ഡിഫറൻസ് ഫീൽ ചെയ്തു. ലൈക്ക് ഒരു ലൈറ്റ് ഫീല്. രാവിലെ തന്നെ ഒരു ഓട്ട് മിൽക്ക് കോഫി ആർക്കും അധികം ഇഷ്ടമാവില്ല. എന്നാലും എനിക്ക് ബ്ലാക്ക് ടീ രാവിലെ കുടിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ ഓട്ട് മിൽക്ക് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയപ്പം ഓക്കെയാണ്. ഇപ്പം വരും എൻ്റെ ചെറുത് സ്കൂളിൽ നിന്ന്. താഴെ ബസ് ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഗോപു ഇപ്പം ഇറങ്ങി ഓടിയിട്ടുണ്ട് മോനെ കൂട്ടാൻ പോകാൻ. എന്നാലും ഈവനിങ് അവൻ ആവുന്ന ആ സമയമാകുമ്പോൾ ആ ശബ്ദം കേൾക്കാൻ അമ്മയെ വിളിച്ചിട്ട് വരും. ഭയങ്കര സുഖമാണ്. കോഫിയുടെ മണം. അമ്മമ്മ അരിങ്ങോട്ടോട് പറയാണ്ട പോയോ? അയ്യോ, അമ്മമ്മ പോയോ? അമ്മമ്മ അരിങ്ങോട്ടോട് പറയാണ്ട പോയോ? അയ്യോ, അരിങ്ങോട്ട് എവിടെ? അല്ല, അമ്മമ്മ എവിടെ? അമ്മ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. ഒരു 2 days ആൾ തിരിച്ചു പോവാണ്. ഗോപു ആര്യൻകുട്ടനെ കുളിക്കാൻ വിളിക്കുകയാണ്. അവനാണെങ്കിൽ കുറേ നേരം ഈ യൂണിഫോം ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ കളിക്കണം. എന്നാ ശരി, കുളിച്ചിട്ട് വാ. ആര്യൻകുട്ടാ, ഫുഡ് കഴിച്ചിട്ട് കളിക്കാൻ പൊക്കോട്ടോ അമ്മമ്മേൻ്റെ കൂടെ. അമ്മ സ്റ്റുഡിയോ പോവാണേ. ഇത് ഭയങ്കര കളറ് ഗോപുന്, ഹെവി കളറ്. എടാ ഇതില്ല, ഇതിൽ വേറൊരു കളറ്. ഞാൻ സുന്ദരനായി. എനിക്ക് വയ്യ. കുറച്ചുകൂടി. ശരി, ഞാൻ പോട്ടെ, ബാക്കി തന്നെ തള്ളിക്കോ. ചിക്കനും കഴിച്ചോണ്ട് എനിക്ക് വേണ്ട. ഹായ്, ഞാൻ വീണ്ടും സ്റ്റുഡിയോയിലേക്ക് എത്തി. നേരത്തെ കൊടുത്ത വീഡിയോയിൽ ബ്രാൻഡ് 1-2 ചേഞ്ചസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. വോയിസ് ഓവർ മാറ്റാൻ പറഞ്ഞു, അപ്പം അത് മാറ്റണം. ഇങ്ങനെയാണ് ഒരു ബ്രാൻഡിൻ്റെ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം കറക്റ്റാണ്, എന്നാൽ എന്തെങ്കിലുമൊക്കെ തോട്ടിക്കൊണ്ടുവരും. അപ്പോൾ അതൊക്കെ ഇരുന്നിട്ട് നമ്മൾ മാറ്റണം. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഒന്ന് പുറത്ത് നടക്കാൻ പോയേനെ. അയ്യോ, എനിക്കുണ്ടല്ലോ ഒരു പ്രശ്നമുണ്ട്. അതായത് സൺസെറ്റൊക്കെ ആയി കഴിഞ്ഞിട്ട് ഇതിനകത്തിരുന്നാൽ, സ്റ്റുഡിയോയിലിരുന്ന് വർക്ക് ചെയ്താൽ എനിക്കിങ്ങനെ ഭയങ്കര മൂഡ് സ്വിങ് വരും. അതായത് ഭയങ്കര ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യും ഞാൻ. അപ്പോൾ ഏറ്റവും ഭേദം ഈ സൂര്യൻ പോകുന്നതിന് മുന്നേ പുറത്തിറങ്ങി ഇങ്ങനെ കുറച്ച് കാറ്റൊക്കെ കൊണ്ട് ഒന്ന് നടന്ന്, അപ്പോൾ ഒരു എനർജി കിട്ടും. വേഗം തീർക്കട്ടെ കേട്ടോ. എഡിറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് സമയം സന്ധ്യയായി. ഞാനൊരു വാക്കിനൊക്കെ പോകണമെന്ന് വിചാരിച്ചാൽ ഒന്നും നടന്നില്ല, ആസ് യൂഷ്വൽ. അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മളെ ഒരു യൂഷ്വൽ ഈവനിങ്. ഇപ്പോൾ
ഇപ്പോൾ പിന്നെ കുറച്ച് ദിവസത്തേക്ക് അമ്മ ഇവിടെ വന്ന് നിൽക്കുന്നതുകൊണ്ട് ഒരാഴ്ച ഉണ്ടാവും. വൈകുന്നേരം മോനെ അമ്മ കളിക്കാൻ കൊണ്ടും, ഇല്ലെങ്കിൽ സ്ഥിരം അത് ഗോപുവിൻ്റെ പണിയാണ്. ബിക്കോസ് നമ്മളെപ്പോഴും നമ്മളുടെ മോർണിംഗ് വളരെ ഏർലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈവനിങ് ആകുമ്പോഴത്തേക്കും നമ്മളുടെ ഫുൾ എനർജി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. 8:30 ആകുമ്പോഴത്തേക്കുണ്ടല്ലോ എങ്ങനെയും എന്തെങ്കിലും കഴിച്ചിട്ടൊന്ന് കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയിലാവും. ഞാൻ എപ്പോഴും പറയാറുണ്ട് കൊക്കോനോട് നമുക്ക് 8:30 കിടക്കണം എന്ന്. ഇപ്പം കൊച്ച് അത്യാവശ്യം കറക്റ്റ് ഡയറ്റിലും കറക്റ്റ് എണീക്കലും കറക്റ്റ് ജിമ്മൊക്കെ ജിമ്മിൽ കറക്റ്റ് പോകുന്നുണ്ട്. പക്ഷെ വർക്കൗട്ട് കുറച്ചും കൂടി ഇൻറ്റൻസ് ആയി തുടങ്ങിയപ്പോൾ ഇപ്പം പറയുന്നത് കിടക്കണമെന്ന്. ഇപ്പം ഞാൻ പറയുന്നത് മനസ്സിലായോ? ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ എൻ്റെ സ്വപ്നം എന്ന് വെച്ചാൽ റൂമിൽ ഇങ്ങനെ AC ഒക്കെ ഇട്ടിട്ട് ബ്ലാങ്കറ്റ് ഒക്കെ പതിച്ചിട്ടുള്ള ആ ഒരു ശാന്തത ഉണ്ടല്ലോ ഗൈസ്. അതന്നെ, ആ ശാന്തതയായിരുന്നു ഞാൻ ഒരു 6 മാസമായിട്ട് ആഗ്രഹിച്ചത്. മനസ്സിലൊരു വിഷമം. പിറ്റേ ദിവസം നാളെ 5 മണിയാകുമ്പോഴത്തേക്ക് പൊങ്ങണമല്ലോ, അല്ലെങ്കിൽ 5 മണിക്കെങ്കിലും എണീക്കണ്ടേ. ഇന്ന് ഉറക്കമൊന്നും മതിയാവാണ്ടാണ് ആര്യൻകുട്ടൻ സ്കൂളിൽ പോയത്. അപ്പോഴേ അമ്മ പറഞ്ഞിരുന്നു നേരത്തെ കിടന്നുറങ്ങണം, ഇന്ന് നൈറ്റെങ്കിലും കുഞ്ഞ് നേരത്തെ ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞങ്ങളിതേ കറക്റ്റ് 8:30 ഞങ്ങൾ ബെഡിലെത്തി. ഇതാണ് ഞങ്ങളുടെ എവറി ഡേ, ഒരു മാറ്റമില്ലാത്ത എവറി ഡേ. നത്തിങ് എക്സൈറ്റിംഗ് അബൌട്ട് എൻ്റെ എവറി ഡേ. സാറ്റർഡേ സൺഡേ ആവാൻ വെയിറ്റ് ചെയ്യാണ്, ഇങ്ങോട്ടെങ്കിലും പുറത്തേക്കൊക്കെ ഇറങ്ങണം. ഗുഡ് നൈറ്റ് ഗൈസ്, ബൈ, ലവ് യു, ബൈ. പറ വേഗം പറ. ഇന്നലെ ഞാൻ ഓസ്ട്രേലിയ പോയി, കാമിന്റെ അടുത്ത് പോയി. ടെസ്മാനിയ പോയി. വീട്ടിൽ പോകുമ്പോൾ ഓസ്ട്രേലിയ പിന്നെ പോയി. എന്നിട്ട് ടെസ്മാനിയ പോയിട്ട് പിന്നെ ഓസ്ട്രേലിയ പോയി. മെൽബൺ, അതെ, ഏട്ടന്റെ വീടിനെ പറയുന്നത്. അപ്പൊ ശരി, ഇനി ആര്യൻകുട്ടൻ ശരിക്കും ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്, ലവ് യു, ബൈ ബൈ ഗൈസ്. ഗുഡ് നൈറ്റ് ഗൈസ്.